പേരടിക്കൊന്നു കൊടുക്കുക എന്നല്ലാണ്ട്. നേതാവിനെ കയ്യാൻ കളിയുണ്ടല്ലോ നിങ്ങൾ. നേതാവൻ കയ്യാൻ കളിയാ. പ്രസംഗിച്ച് ചൂടായപ്പേ വേറെ വർത്താനമൊന്നുമില്ല. പേരടിക്കൊന്നും കൊടുക്കുക എന്നല്ലാതെ വേറെ എന്തോ നോക്കണേ. അത് ശരിയാണ്, അത് പറ്റും. പേരടിക്കൊന്നും കൊടുക്കലൊക്കെ നടക്കും. അതൊക്കെ പെരിയിൽ പെണ്ണുങ്ങളെ അല്ലെങ്കിൽ പെണ്ണുങ്ങളെയും നടക്കൂല, പെണ്ണുങ്ങളെയും കുട്ടികളെയും ഓരെയും നടക്കൂല. മുണ്ടാമ്പ്രാണിയാളെ വല്ലതും ഉണ്ടെങ്കിൽ അത് നോക്ക്. മുണ്ടാമ്പ്രാണിയാളെ വല്ലതും ഉണ്ടെങ്കിൽ അത് നോക്ക്. അവറ്റിനെങ്ങനെ അടിക്കണത് കണ്ടാൽ പ്രശ്നമാണ്. മുണ്ടാമ്പ്രാണികളാണെങ്കിലും കണ്ടാൽ പ്രശ്നമാണ്. ഏതായാലും വല്ലാത്ത മനുഷ്യന്മാർ ടൈറ്റാ, വല്ലാത്ത മനുഷ്യന്മാർ. ഏതായാലും ഇനി മറ്റും എൻ്റെ മേലുള്ളോ അളിയാക്കാം. ഇതല്ലേ ഞങ്ങൾ പറഞ്ഞത്. ഏത് കുഞ്ഞമ്മ പറഞ്ഞ മാതിരി പെരടി കൊടുക്കലോ? എന്താ നിങ്ങൾ പറഞ്ഞതെന്ന് പറയാം. ആളുകൾ പെട്ടെന്ന് ചിന്തിക്കുകയാണല്ലോ. ഒരു 2-3-4 ദിവസം മുമ്പ് ഒരാളെ കൊന്ന ഒരു പെണ്ണിന് സ്വീകരണം കൊടുക്കുവാനും അതിനുള്ള സപ്പോർട്ടിന്റെ വാദഗതികൾ ചാനലുകളൊക്കെ കേടതാണ്. എല്ലാ ചാനലുകാരും മർക്കസുക്ക് പോയതാ കേട്. എല്ലാവരും മർക്കസുക്ക് പോവുക, എല്ലാവരും മഅദിനിക്ക് പോവുക, ഇതാണ് കേട്. രോഗം അതാണ്. രോഗമൊക്കെ ഇപ്പം എല്ലാവർക്കും മനസ്സിലാക്കണം. അതേസമയം അതുപോലെ ഒരു തുല്യമായ കേസിൽ ഒരാൾ പുറത്തിയാടിയപ്പോൾ ഉണ്ടോ ക്രൂരനാണ്, കൊന്നേ പറ്റൂ. ഡിഫറൻസ് മനസ്സിലാണില്ല. നോക്കാ നിങ്ങൾ. നിംസപ്രിയ യമനിൽ കൊലപാതകവുമായി കൊണ്ട് അറസ്റ്റിലായി തൂക്കുകയറിൻ്റെ വക്കത്ത് നിൽക്കുന്ന യമനിൽ ആ സഹോദരിക്ക് ഒരു അഫ്വ് ചെയ്യണം, വിട്ടുവീഴ്ച ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അതിന് വേണ്ടിക്കൊണ്ട് അതിൻ്റെ കുടുംബങ്ങളും മറ്റും നാട്ടുകാരും മറ്റും ഭരണാധികാരികളും മറ്റുമൊക്കെ ഇടപെട്ടപ്പോൾ അതൊരു വക്കത്തേക്ക് എത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ അവസാനം കാന്തപുരം ഉസ്താദ് ഇടപെട്ട് അതിന് ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിയപ്പോൾ അപ്പം എന്തേ ഗോവിന്ദചാമിൻ്റെ കാര്യത്തിൽ കാന്തപുരം ഇടപെടാത്തത്? അത് യമനിൽ കിടക്കണ കേസല്ലേ? അത് യമനിൽ കിടക്കണ കേസല്ലേ? അപ്പം ഇവിടുത്തെ കാര്യത്തിന് എന്തുകൊണ്ടാണ് ഇടപെടാത്തത്? ഗോവിന്ദചാമി ചാടിയിട്ട് എന്തിനാ ഗോവിന്ദചാമിനെ പിന്നെയും കൊണ്ട് അറസ്റ്റ് ചെയ്ത് മൂപ്പരെ വീട്ടിലേക്ക് വിട്ടുകൂടായിരുന്നില്ലേ? ഇപ്പം ആരാളുള്ളത്? ഇപ്പം ഏതോ ഒരു പെൺകുട്ടി കൂടെ. ഇപ്പം ആരാ ഉള്ളത് വെച്ചാൽ ലോകത്തുള്ള ജാതി മത ഭേദമന്യേ എല്ലാവരും കാന്തപുരം ഉസ്താദിൻ്റെ ഒപ്പമുണ്ട്. ഇപ്പം ആരാ ഉള്ളത് വെച്ചാൽ എല്ലാവരും ജാതി മത ഭേദമന്യേ, മന്ത്രിമാരാവട്ടെ, പോലീസുകാരാവട്ടെ, സിനിമാ നടന്മാരാവട്ടെ, എന്തൊക്കെ അരവലാദികളുണ്ട് അവരൊക്കെ ആവട്ടെ, എന്തൊക്കെ ഉയർന്ന ജാതികളുണ്ട് അവരൊക്കെ ആവട്ടെ, ഒക്കെ കാന്തപുരം ഉസ്താദിനോട് കൂടെ. ആരൊഴികെ ഇല്ലൽ കുരുവട്ടൂരി ഒഴികെ, വട്ടൂരികളൊഴികെ ബാക്കി എല്ലാവരും ഉണ്ട്. ഇത് ഇന്ന് ഈ ബഹളം നടക്കുമ്പോൾ എല്ലാവർക്കും തിരിയും. ഇന്ത്യൻ്റെ അങ്ങേതല്ല ഏതെങ്കിലും സിഖ് നാട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ അവിടെയുള്ള കുട്ടികൾ മനസ്സിലാക്കൂല ഇതേതോ ബാപ്പി മൂളുമാണ്. എനിക്കൊക്കെ ചെങ്ങായി നല്ല എന്താ പറയുക, എനിക്കൊക്കെ നല്ല എന്താ പറയുക, ഒരു മറ്റേത് വാങ്ങാം, ഷാള്. പെണ്ണുങ്ങൾ പേരിന്ന് മാക്സിൻ്റെ ഒപ്പം ഷാളുണ്ടാവും. ആ ഷാള് വാങ്ങിയിട്ടേ പേരൻ്റെ ഉക്കുണ്ടാവും, ഉക്കുമ്പോൾ കെട്ടി തൂങ്ങിയാൽ ചാകുക നല്ലേ എൻ്റെ ഇജാതി വർത്താനത്തിനൊക്കെ. അല്ലാതെ വേറെ എനിക്ക് ഇതില്ല. കാരണം അസൂയ പൂണ്ട് എനിക്ക് എന്താ സിഖുകാർ കണ്ടു കഴിഞ്ഞാൽ വാപ്പിയും മോളും നടന്ന് കയറുന്നത് ചീർപ്പിച്ചനുണ്ട്. ഇപ്പം ദേഷ്യം പിടിപ്പിച്ചനുണ്ട്, ചീർപ്പിച്ചനുണ്ട്. തലല്ലാത്ത വർത്താനം ഞമ്മടുണ്ട് ചങ്ങായി ചൂടം. ഓൻ പറയണ മാരിക്കത്തെ ചൂട് വർത്താനാണ് പറയണത്. യാതൊരു ബന്ധമില്ലാത്ത രൂപത്തിലുള്ള സംസാരങ്ങൾ. ഒരു പൊട്ടം നല്ല കാര്യം, പൊട്ടം. അങ്ങനെ ചിന്തിക്കൂലേ നമ്മൾ? അങ്ങനെ ചിന്തിക്കും, അതിച്ച് ചിന്തിക്കും. അല്ലാ, ഇത് എൻ്റെ കൂട്ടായികളും ചിന്തിക്കും, കൂട്ടായ്മകളും ചിന്തിക്കും. വേറെ മൂക്കയ്യപ്പെട്ടായാലും ചിന്തിക്കൂല. മൂക്കയ്യപ്പെട്ടായാലും ഉണ്ടാക്കിയ പിക്ചറല്ലല്ലോ ഇത്. നോക്കണം, ദില്ലത്താണ് വന്നു പെട്ടത്. നോക്കണം, ദില്ലത്താണ് വന്നുപെട്ടത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഉരുവട്ടൂരികൾ അന്തം പെണ്ണമാര് സുന്നത്തമായത്തിൻ്റെ ഒരു മക്കളും അന്തം പെടൂല. പൊന്നാരൻ്റെ മോനെ, പമ്പൈസോ ഇതിനൊന്നും കൈസ് വാതിൽ ഉറക്കൂല, അറിയില്ലേ?
നോക്കണം, ദില്ലത്താണ് വന്നു പെട്ടത്. ഓ ഓ വല്ലാത്തൊരു നില്ലത്ത് തന്നെ വന്ന് പെട്ടിക്കണ കേട്ടോ. അതിഞ്ഞ് മാഞ്ഞു പോകുമോ? ഏയ് അത് പെട്ടെന്നൊന്നും മായില്ല. അവിടെ നിൽക്കട്ടെ. അങ്ങനെ പെട്ടെന്ന് മായിഞ്ഞാൽ പറ്റൂലടാ. ഏത് കാലത്തും ഈ പേര് പറയുമ്പോൾ വളരെ ഇൽത്തിസാമി ളറൂരിയായിട്ട് തന്നെ ഓർക്കപ്പെടുന്ന അവസ്ഥയെത്തി. അത് പറഞ്ഞത് ശരിയാണ്. ഇൽത്തിസാമി ളറൂരിയായിട്ട് ഓർക്കുന്ന ഘട്ടത്തിലേക്ക് എത്തി. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും വലിയൊരു സംഗതിയിലാണ് ഇടപെട്ടത്. ഒരാൾക്കും ഇടപെടാൻ കഴിയാത്ത, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോലും ഇടപെടാൻ കഴിയാത്ത ഒരു വിഷയത്തിലല്ലേ എത്തിയത്. അപ്പോൾ ഇൽത്തിസാമി ളറൂരി തന്നെയാണ് സംഭവം. ശരിയാണ് പറഞ്ഞത്. മഹാന്മാരോട് മുഖം തിരിച്ച് കള്ളം പറഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്നത് ദില്ലത്താണിത്. മഹാന്മാരോട് മുഖം തിരിച്ച് കള്ളം പറയും. ഏത് മഹാനോടാ മുഖം തിരിച്ച് കള്ളം പറഞ്ഞ്? എൻ്റെ വീരാണ്ടിനോട് മുഖം തിരിച്ച് കള്ളം പറയും. എൻ്റെ കോമാണ്ടിനോടും മുഖം തിരിച്ച് കള്ളം പറയാം. കാരണം അതൊക്കെ എന്താണ്? അതൊന്നുമല്ല, ലാശയാണ്, തുറാബാണ്. വെറും തുറാബാണ്, വെറും പൊടികളാണ്. കാരണം വീരാണ്ടി ഒരു വക്ത് നിസ്കരിക്കാത്ത പച്ചച്ചർമക്കളെ മാതിരി നടക്കണവനാ. ഓനെങ്ങനെ നമ്മൾ ഔലിയായിട്ട് കണ്ട് പിന്നെ അംഗീകരിക്കുക? എങ്ങനെ അംഗീകരിക്കുക? ചെങ്ങായിൻ്റെ അടുത്ത് പോയാണ്ട് ഇജ്ജ് മൗലൂദ് ഓതിയാണ്ട് ഉത്തരക്കണുണ്ട് വെച്ചിട്ട് വെള്ളിയാഴ്ച ചുമയക്കും കൂടി പോകാതെ മക്കബറിൻ്റെ ഉള്ളിൽ കയറിക്കാണ്ട് പിന്നെ കെട്ടിപ്പോക്കിൻ്റെ ഉള്ളിൽ കയറിക്കാണ്ട് എന്നിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഉത്തരന്ന് കാണ്ട് മൗലൂദ് ഓതിക്കാണ്ട് ചക്കരച്ചോറും അല്ലെങ്കിൽ തേങ്ങാച്ചോറും വേവിച്ച് പോരുന്നുണ്ട് വെച്ചിട്ട് അതാണ് ഔലിയാകല. ഇതൊക്കെ പറയിപ്പിക്കണ ഇജ്ജാണ്. അനക്കല്ലെങ്കിൽ എൻ്റേതായ പണിയെടുത്താൽ മതി. ഇത് ഞങ്ങളെ നേതാവിനെ പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങളെ നാരായവരി ഞങ്ങൾ മാന്തും. ഉറപ്പാ. ഇജ്ജ് വീരാണ്ടിൻ്റെ അടുത്ത് പോയി കുത്തുന്നു. ചെങ്ങായി ഒരു വക്കത്ത് നിസ്കരിക്കാത്ത കോന്തനല്ലേ അയാൾ. നിസ്കരിക്കാത്തവൻ്റെ ഫതിരിബു ഉനക്കഹൂന്ന അവൻ്റെ പേരടി വെട്ടിക്കളയണമെന്നാ എന്നോ വെട്ടേണ്ടിയിരുന്ന ചെങ്ങായിയല്ലേ. എന്നിട്ട് ഇജ്ജിങ്ങനെ പിന്നെ ഔലിയാക്കന്മാരെ മുഖം തിരിച്ചു കാണ്ട് കളവ് പറഞ്ഞാൽ ഓനോടൊക്കെ ചെങ്ങായി കളവ് പറഞ്ഞാൽ സുന്നത്തിൻ്റെ കൂലിയക്കാരൻ കിട്ടുക. കാരണം അത്തര വൃത്തിയിട്ടവനാ, നിസ്കാരമില്ലാത്തവന്. ഇജെന്തത്ത് വർത്താനം പറയണത്? അപ്പോൾ ഇജാതി വർത്താനം പറയുമ്പോൾ നമ്മളെന്ത് ചെയ്യേണ്ടി വരും? അങ്ങനെ നമ്മളിപ്പോൾ ഈ രൂപത്തിൽ പ്രതികരിക്കുകയാണ്, അല്ലാതൊന്നുമല്ല. അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം തന്നെ പറയാൻ പറ്റൂല. ഏത്? ആ പെണ്ണ് ചെയ്ത ക്രൂരകൃത്യം പറഞ്ഞാൽ പോലും ഹേയ്, ആ പെണ്ണ് ചെയ്ത ക്രൂരകൃത്യം പറയൽ കൊണ്ട് ഒന്നും സംഭവിക്കൂല. എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും പച്ചയായിട്ട് അറിയുന്ന കേസാണത്. എന്നിട്ട് ഇജ്ജ് ഹൈ ഹോയ് എന്നൊന്നും പറയാനില്ല. മനുഷ്യർക്കൊപ്പം മാനവികത പൂത്തുലയണ്ടേ? ആ മനുഷ്യർക്കൊപ്പം മാനവികത പൂത്തുലയണം. അങ്ങോട്ട് പൂത്തുലയണം. എന്നിട്ടോ പൂത്തുലഞ്ഞിട്ട് എന്തേ എനിക്ക്? ഞാൻ വിചാരിച്ചു ഗോവിന്ദചാമി നേരെ മഹദീൻകറ്റ പോകുമെന്ന്. അല്ല, ഗോവിന്ദസ്വാമി നേരെ കുരുവട്ടൂർക്ക് വന്നാൽ മതിയായിരുന്നു. കുരുവട്ടൂർക്ക് മറ്റേ നമ്മളെ കോമാട്ടുചാലിൽ അദ്ദുവിൻ്റെ അടുത്തേക്ക് എൻ്റെ അളിയാക്കാൻ്റെ അടുത്തേക്ക് പോയാൽ മതിയായിരുന്നു. ഗോവിന്ദസ്വാമിക്ക് നേരെ അളിയാക്കാൻ്റെ അടുത്തേക്ക് ഒന്ന് പോയാൽ മതിയായിരുന്നു. അളിയാക്കാൻ്റെ അടുത്ത് വല്ല വിട്ടുവീഴ്ചയുണ്ടോ, അളിയാക്കാൻ്റെ അടുത്ത് വല്ല മരുന്നുണ്ടോ എന്നൊന്ന് നോക്കായിരുന്നു നമുക്ക്. നാളിയാക്ക പ്രധാനമന്ത്രിക്കൊന്ന് വിളിച്ചു കാണ്ടെന്ന് എങ്ങനെയും ചെയ്യോ, അതല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വിളിച്ചു കാണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഗോവിന്ദസ്വാമിനെ എന്നൊന്ന് നോക്കാനേ എൻ്റെ അളിയാക്കാൻ്റെ അടുത്തൊന്ന് പോയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ന്യൂസൊന്ന് വിളിച്ചു നോക്കിയാൽ മതിയായിരുന്നു. നിങ്ങളൊക്കെ നിങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട് വെച്ചാൽ ഒരു കൊല്ലം കൊണ്ട് വിടാൻ കരുതിയത് 10 കൊല്ലം അങ്ങോട്ടാക്കും, 9 കൊല്ലം കൂട്ടും. അതാണ് ഉണ്ടാകാൻ പോണത്. മനുഷ്യർക്കൊപ്പാണല്ലോ, അതിൽ തർക്കമൊന്നുമില്ല. ഞങ്ങൾ മനുഷ്യർക്കൊപ്പാണ്. നിങ്ങൾ കുരങ്ങന്മാർക്കൊപ്പാണ് വെച്ചിട്ട് ഞങ്ങൾ മനുഷ്യർക്കൊപ്പാണ്. ഇതല്ലേ ഞങ്ങൾ പറഞ്ഞത്. ആളുകൾ പെട്ടെന്ന് ചിന്തിക്കുകയാണല്ലോ. ഒരു 2-3-4 ദിവസം മുമ്പ് ഒരാളെ കൊന്ന ഒരു പെണ്ണിന് സ്വീകരണം കൊടുക്കുവാനും അതിനുള്ള സപ്പോർട്ടിൻ്റെ വാദഗതികൾ ചാനലുകളൊക്കെ. അതേസമയം അതുപോലെ ഒരു തുല്യമായ കേസിൽ ഒരാൾ പുറത്തിയാടിയപ്പോൾ ഉണ്ടോ ക്രൂരനാണ്, കൊന്നേ പറ്റൂ. ഡിഫറൻസ് മനസ്സിലാണില്ല. അതെനിക്ക് അങ്ങനെ പെട്ടെന്ന് തിരിയില്ല. അതിൻ്റെ ഡിഫറൻസ് എനിക്ക് മനസ്സിലാവില്ല. ഡിഫറൻസ് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. കാരണം എന്താ പറയുക, അത് ഗോവിന്ദസ്വാമി ചാടിയതല്ലേ. അതിനൊന്നും ഒരു കാര്യം ചെയ്യടാ, എന്താ കുരുവട്ടു നമ്മളെ എൻ്റെ അളിയാക്കാനോടൊന്ന് വിളിച്ചുകാണ്ട് പറഞ്ഞടാ ഗോവിന്ദസ്വാമിനൊന്ന് വിടണം എന്നാണോ. അളിയാക്ക വിളിച്ചോളൂ. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കൊന്ന് വിളിച്ചാൽ മതി. അളിയാക്കാനോടൊന്ന് വിളിച്ചാൽ പറഞ്ഞടാ.
അളിയൊക്കെ നമുക്കിപ്പോൾ ഏതായാലും ഒരു തേങ്ങയെങ്കിലും ഇറക്കുമ്പോൾ നമുക്കൊന്ന് ഒരു ചേറ്റയെങ്കിലും പൊട്ടിച്ചണ്ടേ. ഓലിപ്പോൾ യമനത്തെ പെണ്ണിനെ കൊണ്ടുവന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ അറസ്റ്റ് ചെയ്ത പെണ്ണിനെങ്കിലും ഒന്ന് നോക്കുക. ഇതിപ്പോൾ നമുക്ക് ഇവിടെ മലയാളത്തിൽ വർത്താനം പറഞ്ഞാൽ മതിയല്ലോ. ഇവിടെ ഇപ്പോൾ നമുക്ക് മലയാളത്തിൽ വർത്താനം പറഞ്ഞാൽ മതിയല്ലോ, കണ്ണൂരല്ലേ. ഇതിപ്പോൾ നമുക്ക് മലയാളത്തിൽ പറഞ്ഞാൽ മതിയല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലതും നമുക്ക് മലയാളത്തിൽ തന്നെ പറയാം. അതിപ്പോൾ എങ്ങനെ ആയാലും അറബി പറയണം, അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഒക്കെ പറയേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് എങ്ങനെയായാലും ഇപ്പോൾ നടക്കൂല. ഇംഗ്ലീഷ് തീരെ നടക്കൂല, അറബി അത്രയും നടക്കൂല. ഡിഫറൻസൊക്കെ അല്ലേ. അപ്പോൾ ഈ കോലത്തിലുള്ള ഇംഗ്ലീഷ് ആകുമ്പോൾ അത് തീരെ നടക്കൂല. പിന്നെ അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ഇവിടുത്തതെങ്കിലും ഒന്ന് നോക്കുക, അളിയാക്കാന്ന് പറഞ്ഞിട്ട് അളിയാക്കാനോടൊന്നേ കണ്ണൂർക്ക് സെൻട്രൽ വിളിച്ചാൽ പറയാം. എന്നിട്ട് ഗോവിന്ദസ്വാമിനോട് വിടാൻ പറയാം. നമ്മളെ നിമിഷപ്രിയ വരുന്നതിൻ്റെ മുന്നേ ഗോവിന്ദസ്വാമി 2ാം വട്ടത്തിൽ നടക്കട്ടെ, അങ്ങനെയൊക്കെ നോക്കുക. അതല്ലാതെ ആ പെണ്ണിനെ വീടിനു വേണ്ടിയിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കിക്കൊണ്ട് നടക്കുകയല്ല വേണ്ടത്. എന്താണ് നിങ്ങളൊക്കെ അവസ്ഥ? വല്ലാത്തൊരവസ്ഥ തന്നെ ഏതായാലും. അതുകൊണ്ട് അവസാനത്തെ ഒരു ഉപദേശം, പമ്പൈസേ, നമുക്ക് നൂസുവിന്റെ അവസാനത്തെ ഒരു ഉപദേശം ഒന്ന് കേട്ടോ, കയ്യിലാണ് നിർത്തുക. നമുക്ക് നൂസു പറയടാ. സ്വരീഖത്തും ഹഖീഖത്തും ശരീഅത്തൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇപ്പുള്ള ശരീഅത്തിൽ ഒന്ന് കർശനായി ജീവിക്കുക. സ്വാലിഹീങ്ങളോടൊക്കെ നമുക്കൊന്ന് കൂടി പെരുമാറുക. അതാപ്പ നമുക്ക് നല്ല വഴി. ത്വരീഖത്തിന്റെ ശൈഖിനെ നോക്കി നിങ്ങൾ പോകുമ്പോഴേക്ക് കാലം കഴിഞ്ഞു പോകും. ഏറ്റവും നല്ലത് നൂസു ഇപ്പം ഈ പറഞ്ഞതാണ്. ആദ്യ കാലഘട്ടത്തിൽ നൂസു ഈ പറഞ്ഞ സംഗതിയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ കരിങ്കള്ളൻ അയക്കണമെങ്കിലും ആദ്യം ഈ പറഞ്ഞതാണ് ഏറ്റവും നല്ലത്. ഇത് കേട്ടുകാണ്ട് ജീവിക്കാൻ നോക്കി കേട്ടോ.